സമഗ്രമായ വികസന തുടർച്ച എന്ന ഉറപ്പുമായാണ് കൊച്ചി കോർപ്പറേഷൻ ഇടപ്പള്ളി ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലർ ദീപാ വർമ്മ ജനവിധി തേടുന്നത്. LDF സ്ഥാനാർത്ഥിയായ ദീപാ വർമ്മ മെട്രോപൊളിറ്റൻ ആസൂത്രണ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇടപ്പള്ളിയിലെ ജനങ്ങൾ ഇത്തവണയും തനിക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. കൊച്ചി കോർപ്പറേഷനിലെ 30ാം ഡിവിഷനായ ഇടപ്പള്ളിയിൽ LDF സിറ്റിംഗ് കൗൺസിലറായ ദീപാ വർമ്മ വലിയ ആത്മവിശ്വാസത്തോടെയാണ് വീണ്ടും വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തുന്നത്. കൊച്ചി കോർപ്പറേഷൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചുള്ള പരിചയവും സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം നൽകുന്നു. കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതിയിലേക്ക് കോർപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ദീപാ വർമ്മ. 5 വർഷവും ജനങ്ങൾക്കൊപ്പം നിന്നതിനാൽ വോട്ടർമാർ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് 2020 കൗൺസിലറായിട്ട് വരുന്നത്. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു. വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടിവെള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നല്ല വിജയപ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും അവരുടെ ഒപ്പം തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ സഹായവും സഹകരണവും എന്നും എന്നോടൊപ്പം ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട്. കോർപ്പറേഷനിലെ LDF ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലം നേരിട്ട് അനുഭവിച്ചവരാണ് ഇടപ്പള്ളിയിലെ ജനങ്ങൾ. ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കൊപ്പം ഇടപ്പള്ളിയുടെ സമഗ്ര വികസനത്തിനായി പുതിയ പദ്ധതികളും ദീപാ വർമ്മ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 3ാം ഘട്ട പര്യടനത്തിലാണ് സ്ഥാനാർത്ഥി. ജനറൽ ഡിവിഷനായ ഇടപ്പള്ളിയിൽ അബ്ദുൽ ലത്തീഫാണ് UDF സ്ഥാനാർത്ഥി. C നന്ദകുമാർ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.